ഇത് മാസ് മോട്ടോഴ്സാണ്. ഇത് ഹീറോ മാസ്റ്ററാണ് വണ്ടി, പഴയ മോഡൽ മാസ്റ്ററോ. അതിനെ പറഞ്ഞേക്കുന്ന 2 കംപ്ലൈൻറ്റ്. ഒന്ന് ഫ്രണ്ട് സൈഡ് ബുഷ് ബെയറിംഗ് ഒക്കെ പോയി കിടക്കാം, ഫ്രണ്ട് വീലിൻ്റെ ഭാഗത്തുള്ളത്. പിന്നെ അതേപോലെ തന്നെ എഞ്ചിൻ സൈഡിൽ നിന്ന് ഒരു ഓയിൽ ലീക്ക് ഉണ്ട്. ഓയിൽ ലീക്കിൻ്റെ കണ്ടീഷൻ നോക്കണ സമയത്തുണ്ടല്ലോ, നമുക്ക് ഹെഡ് കവറിൻ്റെ സൈഡിൽ വന്ന അതിൻ്റെ ഗ്യാസ്കറ്റും പോയിട്ടുണ്ട്. ഹെഡ് കവറിൻ്റെ ഗ്യാസ്കറ്റും അവൻ്റെ ഈ ഫ്രണ്ടിൽ വന്ന 2 മൗണ്ട് റബ്ബറും കൂടി ഒന്ന് മാറ്റിയിടണം. അപ്പോഴാണ് നമുക്ക് ഓയിൽ ലീക്കിൻ്റെ കേസ് ക്ലിയർ ആവും. അപ്പോൾ അതൊന്ന് ക്ലിയർ ചെയ്തിട്ടേക്കാം. പിന്നെ ഫ്രണ്ടിലേക്ക് വരുമ്പോഴത്തേക്കും അതിൻ്റെ നമുക്ക് സസ്പെൻഷൻ ഇതിൻ്റെ വേറെ ലിങ്കർ ടൈപ്പ് സസ്പെൻഷനാണ്. അതിൻ്റെ ബുഷ് സെറ്റുകൾ കംപ്ലൈൻ്റ് ആണ്. അതായത് ഇതിൻ്റെ ഉള്ളിൽ വന്നത് കോപ്പർ ടൈപ്പ് ബുഷാണ്. അപ്പോൾ അതിൻ്റെ ബുഷ് സെറ്റ് കംപ്ലൈൻറ്റ് വന്നിട്ടാണ് ഫ്രണ്ട് അത്ര ഷെയ്ക്ക് വന്നത്. അതേപോലെ തന്നെ ഫ്രണ്ട് കുഷ്യൻ അസംബ്ലിയുടെ ഫ്രണ്ട് ഷോക്ക് അബ്സറിൻ്റെ ആ ഗ്രീൻ ബുഷും കൂടി നമ്മൾ ചേഞ്ച് ചെയ്തിട്ടുണ്ട്. അതൊക്കെ ശരിക്കും ഓവലായിട്ട് പോയേക്കാണ്. അപ്പോൾ ശരിക്കും അതിൻ്റെ വീൽ ബെയറിങ്ങും ഇപ്പോൾ നമുക്ക് ഫ്രണ്ട് ചെയ്യേണ്ടി വന്നത്, നമുക്ക് ഇവിടുത്തെ ബുഷ് സെറ്റ് ലിങ്കിൻ്റെ ബുഷുകൾ മാറണം, ഫ്രണ്ടിലത്തെ ഗ്രീൻ ബുഷ് മാറ്റിയിടണം, ഫ്രണ്ട് വീലിൻ്റെ ബെയറിങ് മാറ്റാനുണ്ട്. അതാണ് ഫ്രണ്ടിൽ വന്ന വർക്ക് കേട്ടോ. അപ്പോൾ അതിന് നമുക്ക് ഈ ഫ്രണ്ടിലത്തെ ഈ ആമിൻ്റെ ബുഷ് സെറ്റ് മാത്രം വരും 509 രൂപനുണ്ട്. ഇത് ഹോണ്ടയിലാകുമ്പോൾ നമുക്ക് ഫുൾ കിറ്റായിട്ടുണ്ട്, എല്ലാ സാധനവും ഉണ്ടാവും ഇതിനകത്ത്. അപ്പോൾ അതുകൊണ്ടാണ് ഹോണ്ടയുടെ തന്നെ താരതമ്യേന റേറ്റും കുറവാണ്. 509 രൂപയാണ് അതിൻ്റെ കിറ്റിന് വരാം. പിന്നെയെന്ന് പറയുമ്പോഴത്തേക്കും ഫ്രണ്ടിലത്തെ ഈ ഷോക്കിൻ്റെ ബുഷ് വരുമ്പോഴത്തേക്കും അതിനും 102 രൂപന്നുണ്ട്. പിന്നെ ഫ്രണ്ട് വീലിൻ്റെ ബെയറിങ്ങുകൾ ഒരെണ്ണം 110 രൂപയുണ്ട്. നമുക്ക് 2 മാറിയിടണം. പിന്നെ അതേപോലെ തന്നെ ഹെഡ് കവറിൻ്റെ ബീഡിങ് റബ്ബറാണത്. പിന്നെ അതിൻ്റെ മുകളിൽ വന്ന ഗ്യാസ്കറ്റ് മറ്റേ മൗണ്ട് റബ്ബർ കൂടി നമുക്ക് മാറ്റാൻ. പിന്നെ ഇതിനകത്തുള്ള വേറെ പ്രശ്നം എന്ന് വെച്ചാൽ ഇതിൻ്റെ സൈഡിൽ വന്ന ഈ ഡിസ്റ്റൻസ് ബുഷ് ഇതുമ്പോൾ വേറെ, ശരിക്കും ഇതിൻ്റെ അല്ല, വേറെ ഒരു ബുഷാണ് ഇതും ഇട്ടേക്കണത് തൽക്കാലം. അപ്പോൾ അത് മാറ്റിയിട്ട് ഇനിയിപ്പോൾ ഇതിനകത്തേക്ക് ഇടാം. പുതിയത് ഉണ്ടോയെന്ന് നോക്കട്ടെ, ഉണ്ടെങ്കിലാണ് നമുക്ക് സെറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. ഇല്ലെങ്കിൽ അതിലൊന്നും പഴയത് അറേഞ്ച് ചെയ്തിടാം. കാരണം എന്താ വെച്ചാൽ അതിന് കറക്റ്റ് ആ ഡിസ്റ്റൻസ് ബുഷ് തന്നെ, അല്ലെങ്കിൽ ഫ്രണ്ട് ഈ ഇടുന്ന ഈ ഭാഗങ്ങളൊന്നും കറക്റ്റായിട്ട് നിൽക്കാത്തൊരു കണ്ടീഷൻ വരും. അപ്പോൾ അതുകൊണ്ട് നമുക്ക് അത് തന്നെ ക്ലിയർ ചെയ്ത് വിടണം. അപ്പോൾ ഞാൻ അതിൻ്റെ ഏകദേശം ഒരു എസ്റ്റിമേറ്റ് കൂടി ഒന്ന് നോക്കിയിട്ട് അതിൻ്റെ ഡീറ്റെയിൽസ് ഒന്ന് വാട്സാപ്പിലേക്ക് ഒന്ന് സെൻഡ് ചെയ്തിടാം. നോക്കിയിട്ടൊന്ന് റിപ്ലൈ ഇടണം കേട്ടോ.